ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കയറ്റുമതികൾക്കും 25% താരിഫ് ഇമ്പോസ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ GDP എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇൻഫ്ലേഷനെ അഫക്റ്റ് ചെയ്യുമോ, നമ്മളുടെ പലരുടെയും എംപ്ലോയ്മെന്റ് അതായത് അൺഎംപ്ലോയ്മെന്റ് ഏതൊക്കെ രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്, ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോളുക. എന്താണ് ഈ താരിഫ്? ആദ്യം തന്നെ ഈ 25% താരിഫ് എന്താണ്? ഇന്ത്യയിൽ നിന്ന് US പോകുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും, ലെറ്റ്സ് സേ മജോറിറ്റി ഉൽപ്പന്നങ്ങൾക്കും 25% അധിക നികുതി ഇമ്പോസ് ചെയ്തേക്കുകയാണ്. മെയിൻലി ടെക്സ്റ്റൈൽസ്, IT, ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതിയാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ US എക്സ്പോർട്ട് നടക്കുന്നത് ഓൾമോസ്റ്റ് $190 ബില്യൺ പെർ ഇയർ നടക്കുന്നത്. ഇതിൽ $120 ബില്യൺ ഈ പറയുന്ന താരിഫ് കാരണം അഫക്റ്റ് ചെയ്യാനായിട്ട് നല്ല പ്രോബബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് ഈ ഒരു താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്? വെൽ, നമുക്കറിയാം ഇന്ത്യയിൽ പല പല ഉൽപ്പന്നങ്ങൾക്ക്, അതായത് പല പ്രൊഡക്ട്സുകൾക്കും പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ വളരെയധികം ടാക്സ് ആണ്. നമുക്ക് തന്നെ അറിയാം, 2-3 ഇരട്ടിയാണ് നമ്മൾ പലപ്പോഴും പല പ്രൊഡക്ട്സിന് ടാക്സ് ആയിട്ട് തന്നെ അടയ്ക്കുന്നത്. ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന പ്രൊഡക്ട്സുകളുടെ ടാക്സ് വളരെ ഹൈ ആകുമ്പോൾ അതിന്റെ ടോട്ടൽ കോസ്റ്റും ഭയങ്കര ഹൈ ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇന്ത്യൻ പ്രൊഡക്ട്സ് കൂടുതൽ വാങ്ങിക്കാനായിട്ട് നിർബന്ധിതരാകുകയും അങ്ങനെ ഇന്ത്യയിലെ എക്കണോമി കൂടാനായിട്ട് പ്രോബബിലിറ്റി അവർ ഹൈക്ക് ചെയ്യുന്നു. ഇത് തന്നെയാണ് US പ്രസിഡന്റും ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രൊഡക്ട്സുകൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വരുന്ന, എസ്പെഷ്യലി ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രേഡ് വാർ തന്നെയാണ് ഇതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളുടെ താരിഫ് കൂട്ടുകയാണ് ചെയ്തത്. സോ ദാറ്റ് അവർ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് US പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും മജോറിറ്റിയും. ഇനിയും ഇന്ത്യൻ മാർക്കറ്റിനെ ഇത് എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ വില വർധനവ്, അതായത് ഇന്ത്യയിൽ US ഇന്ത്യൻ പ്രൊഡക്റ്റുകളുടെ കോസ്റ്റ് കൂടുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ യൂസേജ് അവിടെ കുറയും. അങ്ങനെ ഇവിടുത്തെ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ കൗണ്ടും റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായിട്ട് അൺഎംപ്ലോയ്മെന്റ്. ഇതുപോലെ എക്സ്പോർട്ട് കുറയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ജോബും വേക്കൻസീസും എല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യുകയും അൺഎംപ്ലോയ്മെന്റ് നന്നായിട്ട് തന്നെ ഇന്ത്യയിൽ ഹിറ്റ് ചെയ്യാനായിട്ട് വളരെ അധികം പ്രോബബിലിറ്റി ഉണ്ട്. മൂന്നാമതായിട്ട് GDP ഓൾമോസ്റ്റ് 0.5% വരെ GDP ഫോൾ ആകാമെന്ന് എക്സ്പെർട്ടുകൾ പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള $190 ബില്യൺ എക്സ്പോർട്ടിനെയാണ് ഇത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ബാധിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽസ്, അതിനോടൊപ്പം തന്നെ ITയും ആൻഡ് ഓൾസോ ഫാർമ സെക്ടേഴ്സിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽസ്, IT സെക്ടേഴ്സ്, അതും കൂടാതെ കുറച്ചധികം സെക്ടേഴ്സിനെ ഇത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ബാധിക്കുന്നതായിരിക്കും. ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടും? ഫസ്റ്റ് വൺ, ഈ ഒരു ട്രേഡ് ഡീല് US ഇന്ത്യക്ക് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാം. ബട്ട് ഒരു കാര്യം മാത്രമാണ്, ഓഗസ്റ്റ് 1-ാം തീയതി വരെ മാത്രം, അതായത് വെറും ഒരേ ഒരു ദിവസം മാത്രമാണ് ഇതിന്റെ ഡെഡ് ലൈൻ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് പുതിയ പുതിയ മാർക്കറ്റുകൾ തേടി പോവുക എന്നുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്, ഇല്ല ഏഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങൾ, ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, ഇവരുമായിട്ട് പുതിയ ഒരു ട്രേഡ് ഡീലുകൾ ഇന്ത്യക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ സ്ട്രോങ് ആക്കുക, കൂടുതൽ പ്രൊഡക്ട്സ് വരിക. ഇത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് തന്നെ വളരെ കുറച്ച് രീതിയിൽ, വളരെ മിനിമൽ ആയിട്ടുള്ള ടാക്സസ് ഇല്ലേ പുതിയ ട്രേഡ്സുകളായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വെൽ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ 25% ട്രംപിന്റെ താരിഫിൽ ഇതിലൊരു നെഗോസിയേഷൻ നടക്കുമോ? ഈ നെഗോസിയേഷൻ നടന്ന് ഇന്ത്യ വിൻ ചെയ്ത് ഒരു ബെറ്റർ ഡീലിലേക്ക് എത്തുമോ ഇല്ലയോ? എന്തായിരിക്കും? ഇല്ല ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ നിങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടായിരിക്കുമോ? ഡെഫിനറ്റ്ലി നിങ്ങളിൽ പലരും പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നാളെ രാവിലെ 31 ജൂലൈ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മറക്കണ്ട, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയുടെ അടുത്ത മൂവ് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. See you there in next video. Till then, bye.